Hello students, now we are going to discuss about equilibrium of exchange rate. എക്സ്ചേഞ്ച് റേറ്റിൽ എങ്ങനെയാണ് ഒരു ഇക്വിലിബ്രിയം റീച്ച് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നമ്മൾ ഒരുപാട് പാർട്ടിസിപ്പൻസിനെയൊക്കെ കണ്ടു. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്ന പാർട്ടിസിപ്പൻസിൽ ആർബിട്രേറ്റേഴ്സ്, സ്പെക്യുലേറ്റേഴ്സിനെയൊക്കെ കണ്ടു. സോ അവർക്ക് ഈ ഒരു ഡിഫറൻസ് റേറ്റിൽ അവർക്ക് അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിഫറൻസ് റേറ്റ്, കറൻസി എക്സ്ചേഞ്ച് റേറ്റുകൾ മാറുന്നേ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ട്, അത് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചർ പീരീഡിലേക്കും വാല്യൂ എത്ര മാറുന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഫോർകാസ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ്, ഇങ്ങനെ വാല്യൂവിൽ ഫ്ലക്ച്വേഷൻ വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു ഇക്വിലിബ്രിയം എക്സ്ചേഞ്ച് റേറ്റും അതിൻ്റെ കൺസെപ്റ്റും അതിൻ്റെ ഫാക്ടേഴ്സ് എങ്ങനെയാണത് എഫക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഒരു ഫോറിൻ കറൻസി അല്ലെങ്കിൽ ഒരു ഹോം കറൻസി ഫോറിൻ മാർക്കറ്റിൽ ഡീൽ ചെയ്യുമ്പം അതിന് ഇത്ര ഫ്ലക്ച്വേഷൻസ് വരുന്നു. ആ ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഒരു ഫ്യൂച്ചർ പീരീഡിൽ ഫ്ലക്ച്വേഷൻസ് ഒക്കെ മാറി അതൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് പോകുന്നു. വീണ്ടും അതിന് പിന്നെയും ഫ്യൂച്ചർ പീരീഡിൽ ഫ്ലക്ച്വേഷൻസ് വരുന്നു, ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് ആയിട്ട് ഒരു അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ. അപ്പോൾ നമ്മൾ ഒരു പ്രീവിയസ് ഇയേഴ്സിലെ ഡാറ്റ സ്റ്റാറ്റിസ്റ്റിക് അനലൈസ് ചെയ്യുമ്പം നമുക്ക് ക്ലിയർലി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇന്ന പീരീഡിൽ ഇതിന് ചേഞ്ചസ് വരും, ഇന്ന സമയത്ത് ഇതിന് ഇക്വിലിബ്രിയം വരും എന്ന് നമുക്ക് നന്നായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് അനലൈസ് ചെയ്യുന്ന ഒരാൾക്ക് പറയാൻ പറ്റും. സോ അതെങ്ങനെയാണ് ഈ ഇക്വിലിബ്രിയം എങ്ങനെ അറ്റൈൻ ചെയ്യുന്നു, ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാനുള്ള ഫാക്ടേഴ്സ്, അതിനെ ഫോഴ്സ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, ഡ്രൈവിംഗ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, എന്താണ് ഇക്വിലിബ്രിയം എന്നൊക്കെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സോ വി ക്യാൻ എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ ഓഫ് US$ ആൻഡ് ഇന്ത്യൻ റുപ്പി. ഇപ്പോൾ രണ്ട് കറൻസികളാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഏതൊക്കെയാണ്? ഇന്ത്യൻ റുപ്പി ആൻഡ് US$. അപ്പം നമുക്ക് എക്സ്ചേഞ്ച് റേറ്റ്, അത് തമ്മിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? US$ൻ്റെ ഡിമാൻഡും US$ൻ്റെ സപ്ലൈയും. ഇന്ത്യൻ മാർക്കറ്റിൽ, ഇന്ത്യൻ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിലാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അത് US$ൻ്റെ ഡിമാൻഡും സപ്ലൈനെയും ആശ്രയിച്ചിരിക്കും. അതിൽ ഇന്ത്യൻ മാർക്കറ്റിൽ അതിൻ്റെ ഒരു എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പ്രൈസ് ഓഫ് US$ ഈസ് ഫിക്സ്ഡ് ഇൻ ഇന്ത്യൻ റുപ്പീസിലാണ് നമ്മൾ US$നെ പറയുന്നത്. And exchange rate between Indian rupees and US$ can also be determined by demand for and supply of Indian rupees in US market. അപ്പോൾ രണ്ട് കറൻസി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ രണ്ട് മാർക്കറ്റിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ US$ എന്ന് പറയുന്ന ആ ഒരു കറൻസീനെ ഇന്ത്യൻ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ അതിനുള്ള ഡിമാൻഡ് ആൻഡ് സപ്ലൈ കൺസിഡർ ചെയ്യുന്നു. അതേപോലെ തന്നെ US ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ ഇന്ത്യൻ റുപ്പീസിൻ്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. എങ്ങനെയാണ് ഈ ഡിമാൻഡും സപ്ലൈ ഒക്കെ വരുന്നത് അറിയാലോ. കുറേ ആൾക്കാർ, കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് എന്ത് ചെയ്യുന്നു? ഡിമാൻഡ് കൂടുന്നു, സപ്ലൈ കുറയുന്നു. അപ്പോൾ എന്താണ്? എക്സ്ചേഞ്ച് റേറ്റ് കൂടുന്നു. ഓക്കെ, ദെൻ അതുപോലെ തന്നെ വൈസ് വേഴ്സ വിൽ ഹാപ്പൻ. സോ അങ്ങനെ ആ ഒരു ഡിമാൻഡും സപ്ലൈയും നമ്മൾ നോക്കിയിട്ട് ആ പ്രൈസസ് രണ്ട് എക്സ്ചേഞ്ച് മാർക്കറ്റിലും രണ്ടിനും പ്രൈസ് സെയിം ആകുമ്പോഴാണ് നമ്മൾ അതിന് എന്ത് പറയുന്നത്? ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ഇക്വിലിബ്രിയം? ഇക്വിലിബ്രിയം എക്സ്ചേഞ്ച് റേറ്റ് ഇസ് ദ റേറ്റ് അറ്റ് വിച്ച് ഡിമാൻഡ് ഫോർ ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് സപ്ലൈ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആർ ഈക്വൽ. ഇപ്പോൾ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ മീനിങ് തന്നെ എന്താണ്? ആ ഒരു തുലനാവസ്ഥ. ഓക്കെ, ഒരു പോയിന്റ്, ഏതൊരു പോയിന്റ് ആണെങ്കിലും അതൊരു സന്തുലിതമായിട്ട് വരുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ്ചേഞ്ച് റേറ്റിൻ്റെ കേസ് നമ്മൾ പറയുമ്പോൾ എന്താണ്? ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകണം, എങ്കിൽ മാത്രമേ നമുക്ക് അതിന് ഇക്വിലിബ്രിയം എന്ന് പറയാൻ പറ്റുകയുള്ളൂ. So we can see how Regner Nusske defined equilibrium exchange rate. He defined as that rate which over a certain period of time keeps the balance of payment in equilibrium. എക്സ്ചേഞ്ച് റേറ്റിനെ അയാൾ ഇക്വിലിബ്രിയം BOP ആയിട്ടാണ് അയാൾ എന്ത് ചെയ്തിരിക്കുന്നത്? ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ BOP എന്താണെന്ന് നമുക്കറിയാം അല്ലേ? ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്താണ്? എക്സ്പോർട്ട് ഇമ്പോർട്ടിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ആണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. വെൻ ഇറ്റ് ബിക്കം ഇമ്പോർട്ട് മൈനസ് എക്സ്പോർട്ട് ആകുമ്പോൾ അത് ഡെഫിസിറ്റ് ആണ്, എക്സ്പോർട്ട് കൂടുമ്പോൾ അത് സർപ്ലസ് ആണ്. അതൊക്കെ നമുക്കറിയാം. സോ ദിസ് ഫോറിൻ എക്സ്ചേഞ്ച് ഇക്വിലിബ്രിയം ക്യാൻ ഓൾസോ ബി കണക്റ്റഡ് വിത്ത് BOP ഓഫ് എ കൺട്രി. BOP ഇക്വിലിബ്രിയമായിട്ട് നമുക്കതിനെ കണക്റ്റ് ചെയ്യാൻ പറ്റും. So we can say how or when will foreign currency become highly demanded? എപ്പോഴാണ് ഡിമാൻഡ് കൂടുന്നത്? കൂടുതൽ ഇൻഡിവിജ്വൽസിന് അത് ആവശ്യമാകുമ്പോൾ. നമുക്ക് ഡിമാൻഡ് കൂടുന്നത് എപ്പോഴാണ്?
when foreign currency arises from individuals and firms who have to make payments to foreigners. ഫോറിനേഴ്സിന് നമുക്ക് കൂടുതൽ ഫോറിൻ കറൻസി കൊടുക്കേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ അതിനെന്താണ് ഡിമാൻഡ് കൂടുന്നു. എപ്പോഴാണ് നമുക്ക് അതിന് സപ്ലൈ കിട്ടുന്നത് നമ്മൾ ഒന്നെങ്കിൽ എക്സ്പോർട്ട് നടത്തണം. എക്സ്പോർട്ട് ഫോറിൻ കൺട്രിയിലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അവിടുന്ന് കിട്ടുന്ന കറൻസി എന്ന് പറയുന്നത് ആ കൺട്രീൻ്റെ കറൻസി ആയിരിക്കും, ദാറ്റ് ഇസ് ഫോറിൻ കറൻസി ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഫോറിനേഴ്സിന് എന്തെങ്കിലും സെക്യൂരിറ്റീസൊക്കെ പേ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, സെയിൽ ഓഫ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് ടു ഫോറിനേഴ്സിന് കൊടുക്കുമ്പോൾ അവർ നമുക്ക് അതിന് തരുന്ന ഒരു പേയ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫോറിൻ കറൻസിയിലായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സപ്ലൈ കൂട്ടാൻ പറ്റുക. എക്സ്പോർട്ട് കൂട്ടുമ്പോഴും പിന്നെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസൊക്കെ നമ്മൾ അവിടെ സെയിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഫോറിൻ കറൻസി കിട്ടുന്നത്. ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്, അത് ലഭ്യമല്ലാതെ ആകുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇതിന് ഡിമാൻഡ് കൂടുക. നമ്മൾ കൂടുതലും അവർക്കത് കൊടുക്കുകയാണ് ചെയ്യുന്നത്, പേയ്മെൻറ്റ്സ് ആണ് നടത്തുന്നത്. ഫോറിനേഴ്സിന് നമ്മൾ പേയ്മെൻറ്റ്സ് നടത്തി ആണ് ഡിമാൻഡ് കൂടുന്നത്. സോ ദാറ്റ് ഈസ് 2 factors ദാറ്റ് ഈസ് ആക്ടിങ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ. എല്ലാ മാർക്കറ്റിലും ആക്ട് ചെയ്യുന്ന പോലെ തന്നെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ തന്നെയാണ് ഫോറിൻ എക്സ്ചേഞ്ചിലും ഒരു ഇക്വിലിബ്രിയത്തിനെ പിടിച്ചു നിർത്തുന്ന 2 factors എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിമാൻഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിമാൻഡ് ഫോർ ഫോറിൻ എക്സ്ചേഞ്ച്. ഡിമാൻഡ് എന്തൊക്കെയാണ്? ഡിമാൻഡ് ഫോർ ഫോറിൻ എക്സ്ചേഞ്ച് നമുക്ക് എങ്ങനെയൊക്കെ ഡിറ്റർമൈൻ ചെയ്യും? ദ ഫാക്ടേഴ്സ് ഇഫക്റ്റിംഗ് ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇപ്പോൾ ഫോറിൻ പ്രൈസ്, ഇപ്പോൾ നമ്മുടെ കൺട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൈസ് നമ്മൾ ഫോറിൻ പ്രൈസാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ അത് ആക്ച്വലി ഇത്രയും ചിന്തിച്ചാൽ മതി. ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫോറിൻ കറൻസി പുറത്തേക്ക് പോകുമ്പോഴാണ് അത് ഡിമാൻഡ് കൺസിഡർ ചെയ്യുന്നത്, അത് അകത്തേക്ക് വരുമ്പോഴാണ് നമ്മൾ സപ്ലൈ കൺസിഡർ ചെയ്യുന്നത്. സോ ഇമ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ്, ഡിമാൻഡിൻ്റെ ഒരു ഫാക്ടറാണ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ. എക്സ്പോർട്ട് എന്ന് പറഞ്ഞാലോ നേരെ മറിച്ചത് സപ്ലൈയുടെ ഫാക്ടറാണ്. ഓക്കെ, സോ ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, നമ്മളത് ഡൊമസ്റ്റിക് ഒരു ഗുഡ്സിനെ ഫോറിൻ പ്രൈസിൽ കൺസിഡർ ചെയ്യുമ്പം ഇറ്റ് ഈസ് a factor determining the demand for foreign exchange. Then import of goods and services and investment in foreign countries. നമ്മൾ ഫോറിൻ കൺട്രിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് പിന്നെ നമുക്ക് ആ ഫോറിൻ കറൻസി ആയിട്ടാണ് നമുക്ക് പിന്നെ കിട്ടുക. അപ്പോൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത നമ്മുടെ ഹോം കറൻസി ആ ഒരു വാല്യൂവിനെ നമ്മൾ ഫോറിൻ കറൻസി ആയിട്ട് അത് കണക്ട് ചെയ്യുമ്പം അതിലെന്താണ് ഭയങ്കര ഡിഫറൻസ് നമുക്ക് വരും. ഇപ്പോൾ US ഡോളറൊക്കെ ആയിട്ടാണ് നമ്മളത് എക്സ്ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ നമുക്കവിടെ ലോസാണ് സംഭവിക്കുക. സോ അവിടെ എന്താ ഈ ഡിമാൻഡായി മാറുകയാണ്. ദെൻ അടുത്തത് other payments involved in international transaction like payment of Indian government to various foreign government. ഈ ഡിമാൻഡ് എന്ന് പറയുന്ന എല്ലാം നമ്മൾ എന്ത് ചെയ്യുകയാണ്, പേയ്മെൻറ്റുകളാണ് കേട്ടോ. ഫോറിൻ കൺട്രീസ് അല്ലെങ്കിൽ ഫോറിനേഴ്സിന് നമ്മൾ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഡിമാൻഡ് ഫാക്ടേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇന്ത്യൻ ഗവൺമെൻറ് ഫോറിൻ ഗവൺമെൻറ്റിന് എന്തെങ്കിലും സെറ്റിൽമെൻറ്റ്സ് ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ലോണൊക്കെ എടുക്കും. അപ്പോൾ ലോണൊക്കെ എടുക്കുമ്പം അതിൻ്റെ ഡിനോമിനേഷൻസ് എന്ന് പറയുന്നത് US ഡോളറിലൊക്കെ ആയിരിക്കും അത് ഡിനോമിനേറ്റ് ചെയ്യുക. സോ അത് നമ്മൾ റീപേ ചെയ്യുമ്പോൾ നമ്മൾ എടുത്തതിനേക്കഴിഞ്ഞും കൂടുതൽ പേ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ദെൻ അതർ ടൈപ്സ് ഓഫ് ഓവർഫ്ലോ ഓഫ് ഫോറിൻ ക്യാപിറ്റൽ ലൈക്ക് ഗിവിങ് ഡൊണേഷൻസ്. ഓക്കെ, ഡൊണേഷൻസ് കൊടുക്കുമ്പോഴും നമ്മൾ ഫോറിൻ കറൻസിയിലേക്ക് ഡൊണേറ്റ് ചെയ്യുമ്പം നമുക്ക് അങ്ങനെയാണ്. അതേസമയം നമ്മൾ ഇന്ത്യൻ റുപ്പീസിനേക്കഴിഞ്ഞും എക്സ്ചേഞ്ച് വാല്യൂ കുറവുള്ള കറൻസീസ് ഉണ്ടല്ലോ. നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഏതൊക്കെയാണ്, അതിനൊക്കെ ഇനി കുറവുള്ള വാല്യൂസ് കുറവുള്ളതൊക്കെ ഉണ്ട്. ഫിലിപ്പിയൻ റുപ്പീസോ അങ്ങനെ സിംബാബ്വൻ റുപ്പീസ് അങ്ങനെയൊക്കെ പറയുന്ന അതിലൊക്കെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പം നമുക്ക് എന്താണ്, അത് നമുക്ക് സപ്ലൈ ആയിട്ടാണ് നമുക്ക് പ്രോഫിറ്റാണ് വരിക. പക്ഷെ അവിടെയൊന്നായിട്ട് നമുക്ക് അങ്ങനെ ഒരു ട്രേഡ് ഇല്ല. കാരണം എന്താ വെച്ചാൽ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള US ഡോളർ വെച്ച് തന്നെയാണ് നമ്മൾ ട്രേഡ് ചെയ്യാറ്. സോ അങ്ങനെ ഫോറിൻ കറൻസിയിൽ നമ്മൾ അങ്ങോട്ട് പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് വരുന്നൊരു ലോസാണ് ശരിക്കും അതുകൊണ്ടാണ് അതിന് ഡിമാൻഡ്. ഫോറിൻ കറൻസി അപ്പോൾ എന്താണ്, അതിന് ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വി ക്യാൻ സീ വാട്ട് ആർ ദ സപ്ലൈ ഫാക്ടേഴ്സ് ദറ്റ് എഫക്റ്റിംഗ് ഫോറിൻ എക്സ്ചേഞ്ച്. ഇമ്പോർട്ടാണ് നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ഡിമാൻഡിനെ തീരുമാനിക്കുന്നതെങ്കിൽ സപ്ലൈ ആയിരിക്കും, എക്സ്പോർട്ടായിരിക്കും ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ സപ്ലൈനെ തീരുമാനിക്കുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മൾ എക്സ്പോർട്ട് അങ്ങോട്ട് ചെയ്യുമ്പോൾ എന്താണ്, അവർ നമുക്കാണ് ക്യാഷ് തരേണ്ടത്. സോ ദേ വിൽ ഗീവ് ഇൻ ദെയർ റെസ്പെക്റ്റീവ് കറൻസി. മെയിൻലി US ഡോളറിലൊക്കെ ആയിരിക്കും നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ഇങ്ങോട്ട് കിട്ടുക. സോ സപ്ലൈ വിൽ ഇൻക്രീസ്. അതേപോലെ തന്നെ ഇൻഫ്ലോ ഓഫ് ഫോറിൻ ക്യാപിറ്റൽ. നമ്മൾ ഫോറിനേഴ്സിന് എന്തെങ്കിലുമൊക്കെ കൊടുത്തു, അപ്പം അവരുടെ പേയ്മെൻറ്റ് നടത്തുന്നത് എന്താണ്, ഫോറിൻ ക്യാപിറ്റലായിരിക്കും. ദെൻ പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ഫോറിൻ ഗവൺമെൻറ് ടു ഇന്ത്യൻ ഗവൺമെൻറ്. ഫോറിൻ ഗവൺമെൻറ് നമ്മുടെ ഗവൺമെൻറ്റിന് എന്തെങ്കിലും തരികയാണെങ്കിലോ അതും
ഈ ഒരു ഫോറിൻ എക്സ്ചേഞ്ചിലായിരിക്കും, ദാറ്റ് ഈസ് ഫോറിൻ കറൻസിയിലായിരിക്കും തരിക. ദെൻ അതർ ടൈപ്സ് ഓഫ് ഇൻഫ്ലോ ഓഫ് ഫോറിൻ ക്യാപിറ്റൽ ലൈക്ക് റെമിറ്റൻസ് ബൈ NRE ഡൊണേഷൻസ്. ഇപ്പം നമ്മൾ ഡിമാൻഡിൽ പറഞ്ഞതിൻ്റെ എല്ലാം നേരെ ഓപ്പോസിറ്റ്, എല്ലാം ഇങ്ങോട്ട് കിട്ടുവാണെങ്കിൽ നമ്മൾ എന്താണ് സപ്ലൈ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക.